സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് 2 ഗഡു പെൻഷൻ കൂടി നൽകും. 62 ലക്ഷത്തോളം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. വെള്ളിയാഴ്ച പെൻഷൻ വിതരണം തുടങ്ങും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഉമേഷ് ബാലകൃഷ്ണനാണ് ചേരുന്നത്. ഉമേഷ്, ഗുഡ് ഈവനിങ്. എന്തായാലും 62 ലക്ഷം പേർക്ക് ചെറിയ തുകയാണെങ്കിൽ പോലും അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രകാശം പരത്തുന്ന ഒരു വാർത്തയാണ്. പക്ഷേ അതേസമയം തന്നെ സർക്കാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമഗ്രമായ പെൻഷൻ പദ്ധതിയാണ്. 98% തുകയും സംസ്ഥാന സർക്കാരാണെന്നൊക്കെ പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന് ചെറിയൊരു വിമർശനവും അതിൻ്റെ വാർത്താക്കുറിപ്പിനോടൊപ്പം വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ. ക്രിസ്ത്യൻ, എന്തായാലും ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സന്തോഷം നൽകുന്ന വാർത്തയാണ്. 1600 രൂപ വെച്ച് 2 മാസത്തെ പെൻഷൻ, അതായത് 3200 രൂപ ഒരു മാസത്തെ, അതായത് ഡിസംബർ മാസത്തെ ക്ഷേമ പെൻഷനും 1 മാസത്തെ കുടിശ്ശികയും ചേർത്ത് ഒന്നിച്ച് ലഭിക്കാൻ പോകുന്നു. വെള്ളിയാഴ്ച മുതൽ വിതരണം ചെയ്തു തുടങ്ങും. 62 ലക്ഷത്തോളം വരുന്ന ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വെള്ളിയാഴ്ച മുതൽ ഇത് ലഭിച്ചു തുടങ്ങും. 26 ലക്ഷത്തോളം പേർക്ക് അക്കൗണ്ടിൽ നേരിട്ടാണ് എത്തുന്നത്. ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകളുടെ ഏജന്റുമാർ വഴി നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകും. എന്തായാലും ക്ഷേമ പെൻഷനും ബന്ധപ്പെട്ട് കുടിശ്ശിക അതും കുറയുന്നു എന്നുള്ളതും സന്തോഷകരമാണ്. നിലവിൽ 4 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഒരു കുടിശ്ശിക കൂടി വിതരണം ചെയ്യുന്നതോടുകൂടി കുടിശ്ശിക എന്നുള്ളത് 3 മാസമായി കുറയും. കഴിഞ്ഞ മാർച്ച് മുതൽ കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് പോയിരുന്നു. അതിനിടയിലാണ് കുടിശ്ശിക വന്നിരുന്നത്. ആ കുടിശ്ശികയും കുറച്ച് വന്നിരുന്നു. കഴിഞ്ഞ ഓണത്തിന് ഒരു ഭാഗം കുടിശ്ശിക നൽകിയിരുന്നു. അതിനുശേഷമാണ് ഇത് രണ്ടാമത് ഒരു കുടിശ്ശിക കൂടി നൽകുന്നത്. ഇനി 3 കുടിശ്ശിക മാത്രമേ ഉള്ളൂ. അതായത് 3 മാസത്തെ കുടിശ്ശിക കൂടി ഒന്നിച്ച് നൽകി കഴിഞ്ഞാൽ എന്തായാലും കുടിശ്ശിക പൂർണ്ണമായി നൽകി തീർത്തു എന്നുള്ള അവകാശപ്പെടാനും സംസ്ഥാന സർക്കാരിനാകും. ഇതിന് മറ്റൊരു വസ്തുത കൂടിയുണ്ട്. നാളെ നിയമസഭാ നടപടിക്രമങ്ങൾ കൃത്യമായി ആരംഭിക്കാൻ പോവുകയാണ്. സ്വാഭാവികമായി പ്രതിപക്ഷ വിമർശനങ്ങൾ നിയമസഭയിലുണ്ടാകും. അതിന് ധനമന്ത്രി അടക്കമുള്ളവർ മറുപടി പറയേണ്ടിയും വരും. എന്തായാലും അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് നാളെ നടപടിക്രമങ്ങൾ കൃത്യമായി തുടങ്ങാനിരിക്കുന്നതിന് മുന്നോടിയായി കൂടിയാണ് ക്ഷേമ പെൻഷൻ ഒരു കുടിശ്ശികയും ഒരു കഴിഞ്ഞ മാസത്തെ ക്ഷേമ പെൻഷനും ചേർത്ത് 2 ഗഡു ഒന്നിച്ച് നൽകാൻ തീരുമാനിക്കുന്നത്. എന്തായാലും നേരത്തെ തന്നെയുള്ള വിമർശനങ്ങളാണ്, കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനങ്ങൾ. കാരണം വളരെ കുറച്ചു പേർക്ക് മാത്രം 300 രൂപ ക്ഷേമ പെൻഷൻ എന്ന രീതിയിൽ മാത്രമേ കേന്ദ്രം നൽകുന്നുള്ളൂ. ബാക്കിയുള്ള എല്ലാം സംസ്ഥാന സ്വന്തം നിലയിൽ ആണ് ഈ സമഗ്രമായ പദ്ധതി രൂപീകരിച്ച് ക്ഷേമ പെൻഷൻ നൽകുന്നത്. അത് കാലങ്ങളായി സംസ്ഥാന സർക്കാർ പറയുന്ന വിമർശനം തന്നെയാണ്. ക്രിസ്റ്റീന. ശരി, ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.